പല ഗ്രൂപ്പ് സ്റ്റുഡൻസ് ടീം എഴുതുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 2 ഗ്രൂപ്പുകാരാണ് വളരെ താല്പര്യത്തോടു കൂടി എഴുതാൻ സാധിക്കും. 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് 75 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് എന്നാണ്, 50% ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് എന്നാണ്. അപ്പം നിങ്ങൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. കുറച്ച് സമയമുള്ളൂ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഫോർമുല മനസ്സിലാക്കി വരണം, 2 സ്റ്റെപ്പിൽ ആൻസറിൽ എഴുതാൻ പറ്റും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോ 2025 ഏപ്രിൽ 22 ആരംഭിക്കുന്ന കീം എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പല ഗ്രൂപ്പ് സ്റ്റുഡൻസ് കീം എഴുതുന്നുണ്ടായിരിക്കും. ഈ മാർച്ച് മാസം വരെ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം പഠിച്ച് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇനിയുള്ള ഒരു 2-3 ആഴ്ച കീമിന് പ്രിപ്പയർ ചെയ്ത് എഴുതുന്നവരുണ്ടാവും. ചിലർ കുറച്ച് നാളൊക്കെ എൻട്രൻസിന് പോയി, പിന്നെ സ്കൂളിലെയും എൻട്രൻസും എല്ലാം കൂടെ ഒന്നിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ഔട്ടായി, അവരും എഴുതുന്നുണ്ടാവാം. കുറച്ച് പേര് ജാനുവരിയിലെ JEE ഒക്കെ ഫേസ് ചെയ്ത് അത്യാവശ്യം എൻട്രൻസിൽ സ്ട്രോങ് ആയിട്ടുള്ളവരും ഉണ്ടാകും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ 2 ഗ്രൂപ്പുകാരാണ് വളരെ താല്പര്യത്തോടു കൂടി എഴുതാൻ സാധ്യത. അവർക്ക് ഈ വീഡിയോ ഒത്തിരി പ്രയോജനപ്പെടും. നമ്മൾ ചെയ്തിരിക്കുന്നത് 2024 5 ദിവസമായിട്ട് എക്സാം നടന്നു. ജൂൺ 5, 6, 7, 8, 9 5 സ്ലോട്ടുകളിൽ നടന്ന എക്സാമിൻ്റെ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിലും ക്വസ്റ്റിനെ കുറിച്ച് ഒന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ 5 എക്സാമുകളിൽ നിങ്ങൾക്കറിയാം 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് 75 ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് എന്നാണ്, 50% ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്സ് എന്നാണ്. അപ്പോൾ ഈ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാൻ. ഈ കുറഞ്ഞ സമയത്ത് പഠിക്കുമ്പോൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ 24 ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് മാത്തമാറ്റിക്സ് എല്ലാ സബ്ജക്റ്റുകളും ചാപ്റ്റർ വൈസ് യൂണിറ്റ് വൈസും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കണ്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ്റെ സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത്. കാരണം കുറേ അധികം കുട്ടികൾ ജാനുവരിയിൽ JEE ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ JEE ക്വസ്റ്റ്യൻ പോലെ ഒന്നുമല്ല, കീമിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസാണ്. ഇത് 2 വർഷത്തെയും 11ലെയും 12ലെയും ക്വസ്റ്റ്യൻ്റെ ഒരു ഡാറ്റ തരുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ +2 പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി ആവും, 12ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ, ഞങ്ങൾ 11th കംപ്ലീറ്റ് മറന്നു, അങ്ങനെ വിചാരിക്കേണ്ട. ഒരു ഏകദേശ അനാലിസിസ് മാത്രമേ ഉള്ളൂ ഇത്. കാരണം ഇപ്പോൾ 11ലും 12ലും വരുന്ന ടോപ്പിക്കുകളാണ് 3 ഡയമെൻഷൻ ജോമെട്രി. പക്ഷെ ഞാനിത് കംപ്ലീറ്റ് 3 ഡയമെൻഷൻ ജോമെട്രി 12ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ കീമിൻ്റെ ക്വസ്റ്റ്യൻസ് പലതും ഇൻട്രൊഡക്ഷനിൽ നിന്ന് മാത്രം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ 12ൽ ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് കൂടുന്നു. രണ്ടാമത്തെ ഒരു ചാപ്റ്ററുണ്ട് പ്രോബബിലിറ്റി. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും വരുന്നുണ്ട്. പക്ഷേ പ്രോബബിലിറ്റി ഈ സെക്കൻഡ് ഇയറിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, 12ൽ മാത്രം. എന്ന് വെച്ച് നിങ്ങൾ വിചാരിക്കേണ്ട ബേസ് തിയറം, കണ്ടീഷണൽ പ്രോബബിലിറ്റി, മൾട്ടിപ്ലിക്കേഷൻ തിയറം ഇതൊന്നുമല്ല. ബേസിക് പ്രോബബിലിറ്റി കൺസെപ്റ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് 12ലും പ്രോബബിലിറ്റിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 ഇയറിന് നിങ്ങൾ ഒരേ വെയിറ്റേജ് തന്നെ കൊടുത്തോളൂ, ചെറിയൊരു വേരിയേഷൻ വരാം. ഇനി ചാപ്റ്ററുകൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ട്രിഗണോമെട്രിയിൽ നിന്നാണ്. 35ഓളം ക്വസ്റ്റ്യൻസ്, 5 സ്ലോട്ട്, 5 എക്സാമിനായിട്ട് 35ഓളം ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ പല സ്ലോട്ടിലും മാറ്റം വരാം കേട്ടോ. ഒരു 6 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചു ട്രിഗണോമെട്രിയിൽ നിന്ന്. ട്രിഗണോമെട്രിയിലെ കുറേ ടഫായിട്ടുള്ള ഫോർമുല ഒന്നും വേണ്ട, NCERT ഫോർമുലയും അതിനപ്പുറം ഒരു കുറച്ച് കാര്യങ്ങളോടെ അറിഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ട്രിഗണോമെട്രിയുടെ ഫോർമുലയൊക്കെ നിങ്ങൾക്ക് കുറേ ഓർമ്മയുണ്ടാവും, കാരണം 12ൽ ഇൻ്റഗ്രൽസിലൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഈ ഫോർമുലാസ് എല്ലാം. അതൊക്കെ മതി. ആ NCERTയിലെ ഫോർമുലകളും കൺസെപ്റ്റുകളും വെച്ചുകൊണ്ട് ട്രിഗണോമെട്രി നിങ്ങൾക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുശേഷം കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നതാണ് കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം, കോണിക് സെക്ഷനകത്ത് സർക്കിൾസ്, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള, അത് ചെറിയ പ്രശ്നം നിങ്ങൾ നേരിടുന്ന ചാപ്റ്ററാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ +2വിൽ അതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ മനസ്സിലില്ല. അപ്പം അത് മറന്നു പോയിട്ടുണ്ടാവും മിക്കവാറും കാര്യങ്ങൾ. കൂടുതൽ ക്വസ്റ്റ്യൻസ് സർക്കിളിൽ നിന്നാണ് വന്നത്. പിന്നെ പരാബോളയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു. പക്ഷെ പരാബോള പഠിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, NCERTയിൽ ചെയ്യാത്ത മോഡൽ ഒറിജിൻ ഷിഫ്റ്റിങ്ങിൻ്റെ. നമ്മൾ NCERTയിൽ കൂടുതൽ വെർട്ടെക്സ് അറ്റ് 0, 0 ഒക്കെയല്ലേ കണ്ടത്. ഇതല്ല, പരാബോള ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു,
ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫോക്കസ് വെർട്ടെക്സ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം. എലിപ്സ് ഹൈപ്പർബോള ഒന്ന് കുറവാണ്, ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. പിന്നീട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ഒന്നാണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, പക്ഷേ കോംപ്ലക്സ് നമ്പറിൽ ഒരു കാര്യം ഓർക്കണം, ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നില്ല കാര്യമായിട്ട്. 25-ലെ അവസ്ഥ അങ്ങനെ ആവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ, ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ചിലപ്പോൾ വരാം, പക്ഷേ 24-ൽ ക്വാഡ്രാറ്റിക്കിൽ നിന്ന് ഇല്ലായിരുന്നു. കോംപ്ലക്സ് നമ്പർ NCERT പോരാ, അതിനപ്പുറത്തേക്ക് മോഡുലസിൻ്റെയും കോഞ്ചുഗേറ്റിൻ്റെയും ഒക്കെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒന്ന് പഠിക്കണം, എങ്കിലാണ് കോംപ്ലക്സ് നമ്പർ ശരിക്കും ഒന്ന് സെറ്റാവും. അപ്പോൾ കുറേ എൻട്രൻസിൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കോംപ്ലക്സ് നമ്പറിന് ശേഷം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലും NCERT കൺസെപ്റ്റ്, അതിനപ്പുറം കൂടുതൽ ക്വസ്റ്റ്യൻസ് ലിമിറ്റ് ചെയ്യുന്നത് കീമിൻ്റെ ക്വസ്റ്റ്യൻസ് LH റൂൾ വെച്ചിട്ടായിരിക്കും, ലോപ്പിത്താൽ റൂൾ. അത് നിങ്ങൾ NCERT പ്രാക്ടീസ് ചെയ്യുന്നില്ലല്ലോ, അത് എൻട്രൻസിന് നിങ്ങൾ കാണുന്നുണ്ട്, വളരെ സിമ്പിളാണ്. അപ്പോൾ അതും ഒന്ന് നോക്കണം. ഡെറിവേറ്റീവിൻ്റെ ക്വസ്റ്റ്യനൊന്നും വലിയ പ്രശ്നങ്ങളില്ല. സ്ട്രെയിറ്റ് ലൈൻസിലും വലിയ ഫോർമുലാസ് ഒന്നുമില്ല, ചുമ്മാ സ്ലോപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാവുന്നേ ഉള്ളൂ. ബൈനോമിയലും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എടുത്താലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനെ സംബന്ധിച്ചിടത്തോളം NCERT കൺസെപ്റ്റ്, പിന്നെ ആ ടൈപ്പ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കുറേ ഒന്നും അധികം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒത്തിരി ടഫ് ഫോർമുലയിലേക്ക് ഒന്നും പോകണ്ട. ബൈനോമിയൽ തിയറത്തിലായാലും ജനറൽ ടൈം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിയുക. അതുപോലെ തന്നെ റിലേഷൻ ഫങ്ഷൻസ് കുറച്ച് 11th-ലും കുറച്ച് 12th-ലും വരുന്നു, എങ്കിലും ഓരോ സെഷനിലും ഒരു 4-5 ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ ഈ ഫസ്റ്റ് ഇയറിൽ കൂടുതലും വരുന്നത് ഡൊമൈൻ റേഞ്ച്, ഫങ്ഷൻസിൻ്റെ ഡൊമൈൻ റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. സെറ്റിലേക്ക് വന്നാൽ സെറ്റ് ഇനീക്വാളിറ്റി ഒക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ. സെറ്റിൻ്റെ ആ നമ്പർ ഓഫ് എലമെൻസുമായി ബന്ധപ്പെട്ടുള്ള ഫോർമുല അതൊന്ന് ഓർത്തിരിക്കുക, N of A യൂണിയൻ B ഒക്കെ ഇല്ലേ, പിന്നെ വെൻ ഡയഗ്രാം, അതൊക്കെ ഒന്ന് ഓർത്താൽ മതി. ഇനീക്വാളിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, ഇനീക്വാളിറ്റി പഠിച്ചോളൂ. ക്വസ്റ്റ്യൻസ് കുറവാണെങ്കിൽ പോലും ഡൊമൈൻ റേഞ്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇനീക്വാളിറ്റീസിൻ്റെ പ്രോപ്പർട്ടി ആവശ്യം വരും, ഇനീക്വാളിറ്റി മസ്റ്റായിട്ട് പഠിച്ചോളൂ. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലും ഒത്തിരി ടഫ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചിട്ടില്ല, വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ അതും എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ട്രിഗണോമെട്രിക്ക് കൊടുക്കുന്നു, പിന്നെ കോണിക്സ്, കോംപ്ലക്സ് നമ്പർ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററുകൾ അതനുസരിച്ച് നിങ്ങൾ പഠിച്ചോളൂ. ഞാൻ വീണ്ടും 12th-ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും വീണ്ടും നിങ്ങൾക്ക് പ്രശ്നം നേരിടേണ്ടി വരും, കാരണം ഏറ്റവും ടഫായിട്ടുള്ള ഇൻ്റഗ്രൽസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇൻ്റഗ്രൽസ് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റോടെ രണ്ടും ചേർത്തിട്ടാണ് കൂടുതൽ ക്വസ്റ്റ്യൻ, ഡെഫിനിറ്റിൽ നിന്ന് തന്നെയാണ്. വെച്ച് പേടിക്കൊന്നും വേണ്ട, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. -A to A വരുന്നു, അപ്പോൾ ഓടാണോ ഈവൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. മിക്കവാറും ക്വസ്റ്റ്യൻ ഓടാണെങ്കിൽ ആൻസർ 0 എഴുതുന്നു. അങ്ങനെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് വന്നിരിക്കുന്നത് 3D ജോമെട്രി. 3D ജോമെട്രി 12th-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ല, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ജസ്റ്റ് ആംഗിളിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ട് ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻ, അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ, സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ കൂടുതൽ ചോദിച്ചിരിക്കുന്നതാണ് വെക്റ്റർ, ദെൻ കണ്ടിന്യൂവിറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി. ഇതൊക്കെ ഏകദേശം ഒരേ ലെവലിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നു, 4 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ക്വസ്റ്റ്യൻസ് 3-4 ഇത് വന്നിട്ടുണ്ട്. ട്രിഗണോമെട്രിക്ക് അവർ വളരെ പ്രാധാന്യം 24-ൽ കൊടുത്തിരിക്കുന്നു, 25-ൽ എങ്ങനെയാവും നമുക്കറിയില്ല. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഒരു കാര്യം ഓർക്കണേ, NCERT അല്ല അവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഐഡിയ കിട്ടുള്ളൂ. ലെങ്തി ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഇതിനൊക്കെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, കോംപ്ലക്സ് നമ്പർ, അങ്ങനെയുള്ളതിലൊക്കെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, ഇതിലൊക്കെ ഫോർമുലാസും പ്രോപ്പർട്ടീസും ഉണ്ട്, അത് അപ്ലൈ ചെയ്യാനാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, ഈസി ഡയറക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. വെക്റ്റേഴ്സ്, ഡോട്ട്, ക്രോസ്, പ്രോഡക്റ്റിനെ കുറിച്ചൊന്ന് അറിയുക, അത്രയും മതി. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ട്രിപ്പിൾ പ്രോഡക്റ്റ് കയറി വന്നിട്ടുണ്ട്, പക്ഷെ അത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. പ്രോബബിലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും ബേസ് 0 ഒന്നും അല്ല, ഡയറക്റ്റ് പ്രോബബിലിറ്റിയുടെ ഫോർമുല, ഫേവറബിൾ ന്യൂമറേറ്ററിൽ എഴുതി ടോട്ടൽ താഴെ എത്രയൊക്കെ ഉള്ളൂ. ലീനിയർ പ്രോഗ്രാമിങ്ങിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ വന്നോളൂ, വിട്ട് കളയാം. ഏരിയ
ഏരിയയുമായി ബന്ധപ്പെട്ട് പരാബോള ലൈനൊക്കെയാണ് കൂടുതൽ വന്നത്. കുറച്ച് ക്വസ്റ്റിനേ വന്നിട്ടുള്ളൂ. റിലേഷൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ 1, 1 on 2 അല്ല, അതിനേക്കാൾ കൂടുതൽ ചോദിച്ചത് റിലേഷനിൽ നിന്ന് തന്നെയാണ്. റിഫ്ലെക്സീവ് സിമെട്രിക് 24 ക്വസ്റ്റിൻ്റെ സ്റ്റൈൽ അതായിരുന്നു. 1, 1 on 2 ഫങ്ഷൻസ് അല്ല, പകരം റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. ഇതാണ് ഏകദേശം 12th കുറിച്ചുള്ള ഒരു അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾ മനസ്സിലാക്കുക, ഏതൊക്കെ ചാപ്റ്ററിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതനുസരിച്ച് ആ ചാപ്റ്ററിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അതിനകത്തെ ഫോർമുലാസ് റിവൈസ് ചെയ്യുന്നു. അത് വീണ്ടും വീണ്ടും പഠിക്കുന്നു. ടഫ് ഫോർമുലാസ് അല്ല, ബേസിക് ഫോർമുലാസ്. അതോടൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ചാപ്റ്റർ വൈസ് യൂണിറ്റ് വൈസ് ഒക്കെ തിരിച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് 24 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് യൂട്യൂബിലുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും നോക്കുക. അപ്പോൾ അതും നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ സ്റ്റൈലെന്നും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്നും അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ പഠിക്കേണ്ട ഏരിയ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. കുറച്ച് സമയമേ ഉള്ളൂ, കുറച്ച് സമയം. അതെങ്ങനെ പ്ലാൻ ചെയ്യാം? ഏറ്റവും നല്ല രീതിയിൽ പ്ലാൻ ചെയ്താലാണ് ഏപ്രിൽ ലാസ്റ്റ് വീക്ക് 22nd ആരംഭിക്കുന്ന എൻട്രൻസ് നല്ല രീതിയിൽ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ സമയം എങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഒരിക്കലും ഈ 2025 ജാനുവരിയിൽ എഴുതിയ JEE പോലെ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സ്പീഡ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലാതെ NCERT ക്വസ്റ്റ്യൻസ് ഒന്നും പ്രാക്ടീസ് ചെയ്യേണ്ട. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, ഫോർമുലാസ് വീണ്ടും വീണ്ടും പഠിക്കുക. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഫോർമുല മനസ്സിലാക്കി വരണം. 2 സ്റ്റെപ്പിൽ ആൻസറിൽ എഴുതാൻ പറ്റണം. ഓപ്ഷൻസ് നോക്കുക. ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടില്ല. ഓപ്ഷൻ, ഈ ട്രിഗണോമെട്രി ഒക്കെ പലതും അങ്ങനെ പറ്റും, ഇൻ്റഗ്രേഷനും പറ്റും. ഒരു ഐഡിയ കിട്ടുന്നില്ല എന്ത് ചെയ്യണമെന്ന്. ചിലപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ എല്ലാ ഓപ്ഷനും അത് ഇങ്ങനെ വന്നിരിക്കുന്നു, ഇത് ഇങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് ഐഡിയ കിട്ടും. അങ്ങനെയൊക്കെ ഒരു കുറച്ച് ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.